മലപ്പുറം തിരുനാവായയിൽ മുസ്ലിം ലീഗിൽ വിഭാഗീയത. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. മുസ്ലിം ലീഗ് പ്രതിനിധി കൊട്ടാരത്തിൽ സുഹ്റാബിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, എന്താണ് അവിടെ ലീഗിലെ പ്രശ്നം? സൈഫുദ്ദീൻ, കഴിഞ്ഞ കുറച്ച് അധികം നാളുകളായി മുസ്ലിം ലീഗിനകത്ത് തിരുനാവായയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നങ്ങൾ. പഞ്ചായത്തിൽ വികസനങ്ങൾ നടക്കുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിഷയങ്ങളാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിയിലേക്ക് എത്തിയിരിക്കുന്നത്. ലീഗിലെ ഒരു വിഭാഗം ഇതിനെതിരെ രംഗത്ത് വരികയും ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ തക്ക സമയത്ത് നടക്കുന്നില്ല എന്നായിരുന്നു പ്രധാനമായും ഉയരുന്ന ആരോപണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദികളായ എല്ലാ ആളുകൾ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണം എന്നുള്ള ഒരു ഫോർമുലയിലേക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അത്തരത്തിലൊരു ഫോർമുല ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മേലിൽ കെട്ടിവെച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് രാജിവെപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗം പ്രധാനമായും ആരോപിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് രാവിലെയാണ് സെക്രട്ടറിക്ക് കത്ത് നൽകി മടങ്ങിയത്. നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ കൂടുതലായൊന്നും പറയാനില്ല, പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ സമ്മർദ്ദഫലം താൻ രാജിവെച്ചു എന്ന് മാത്രം പറയുന്നത്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ നേരത്തെ പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചത് എന്നുള്ളതാണ് നേതാക്കൾ അറിയിക്കുന്നത്. ശരി ജംഷീർ.